ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണല്ലോ ഇഡ്ഡലി. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇഡ്ഡലി കഴിക്കാത്തവരായിട്ട് നമ്മുടെ ഇടയിൽ ആരും തന്നെ കാണത്തില്ല. പക്ഷേ ഇഡ്ഡലി അത്ര സോഫ്റ്റായി കിട്ടുന്നില്ലെന്ന് പലരും പരാതി പറയാറുണ്ട്. ചില ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വീട്ടിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കാം. ഇഡ്ഡലിയുടെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി അരി ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ലി റൈസ് എന്നും പറഞ്ഞ് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന അരിയാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ കടകളിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാം കിട്ടും. ഈ അരി കണ്ടോ, ഈ അരി ഇല്ലെങ്കിൽ പച്ചരി എടുത്താലും മതി. പക്ഷേ ഇത് കിട്ടുവാണെങ്കിൽ ഇത് തന്നെ ഒന്ന് ഉപയോഗിച്ച് നോക്കണം. ഇഡ്ഡലിക്കൊക്കെ നല്ല സോഫ്റ്റ്നെസ് കിട്ടും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. കുറഞ്ഞതൊരു 5-6 മണിക്കൂറെങ്കിലും ഈ അരി നല്ലതുപോലെ ഒന്ന് കുതിർക്കണം. രാത്രിയിൽ അരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ചെടുത്താലും മതി. ഇനി ഈ ഇഡ്ഡലിയുടെ ബാറ്ററിൽ ചേർക്കാനുള്ള ഉഴുന്നൊന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് എന്ന കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ അരി ഉഴുന്നും ഞാൻ 2ആയിട്ടാണ് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത്. ഇത് 2ആയിട്ടാണ് അരച്ചെടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത് 2ആയിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതും ഒന്ന് നല്ലതുപോലെ കുതിർത്തെടുക്കണം. ഇനി ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഉലുവയാണ്. അതും കൂടെ ഈ ഉഴുന്നിൻ്റെ കൂടെ ഇട്ട് ഒന്ന് കുതിർത്തെടുക്കാം. ഇപ്പോൾ ഉഴുന്നിൻ്റെ കൂടെ തന്നെ ഇടണമെന്നൊന്നുമില്ല, അരിയുടെ കൂടെ ചേർത്താലും മതി. ഈ ഉഴുന്നും ഒന്ന് നല്ലതുപോലെ കുതിർന്ന് വരട്ടെ. അതിനുശേഷം ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരിയും അതുപോലെ ഉഴുന്നും ഒക്കെ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം. ഞാനിപ്പോൾ ഇത് കുതിർത്തതിന് ശേഷമാണ് കഴുകിയെടുക്കുന്നത്. അതിന് പകരം നല്ലതുപോലെ കഴുകിയിട്ട് ഇത് രണ്ടും കുതിർക്കാൻ വേണ്ടി വെച്ചാലും മതി. ഇതിപ്പോൾ അരി നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം ഞാനൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ഗ്ലാസ് ചോറാണ്. ഇത് നമ്മൾ സാധാരണ കഴിക്കാനെടുക്കുന്ന ചോറാണ്. ഞാനിവിടെ ചേർക്കുന്നത് കുത്തരിയാണ്, അല്ലെങ്കിൽ പാലക്കാട് മട്ടയെന്ന് പറയും. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറവാണെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുത്താലും മതിയല്ലോ. ഇപ്പം മാവ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചേർക്കാനുള്ള ഉഴുന്ന് 3-4 തവണ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അതിന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഉഴുന്നിൽ ഉലുവയും ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഉഴുന്ന് നല്ലതുപോലെ പതഞ്ഞ് വരണം. ഉഴുന്ന് നന്നായിട്ട് പതഞ്ഞ് വന്നാൽ മാത്രമേ ഉള്ളൂ ഇഡ്ഡലിക്ക് സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഉഴുന്ന് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഉഴുന്നിൻ്റെ പരുവായെന്നറിയാൻ വേണ്ടി അത് ഒരല്പം വെള്ളത്തിലോട്ടൊന്ന് ഒഴിച്ച് നോക്കിയാൽ അതിങ്ങനെ പൊങ്ങിക്കിടക്കും. പൊങ്ങിക്കിടക്കുന്ന പരുവത്തിൽ കിട്ടുവാണെങ്കിൽ ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞ് നല്ല പതഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. കണ്ടോ, ഇതിപ്പോൾ പൊങ്ങിക്കിടക്കുന്നത് കണ്ടോ. അപ്പോൾ ആ ഉഴുന്നും കൂടെ അരച്ചെടുത്ത മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതേ മാവ് കൊണ്ട് തന്നെ ദോശയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഉലുവയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. ഇനി ഈ അരിയും ഉഴുന്നും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതുകൊണ്ട് അല്പം കട്ടിയായിട്ടുള്ള ബാറ്ററാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അരി അരച്ചപ്പോൾ ഏകദേശം ഒരു 1.25 ഗ്ലാസ് വെള്ളം ചേർത്താണ് അരച്ചെടുത്തത്. പിന്നെ ഉഴുന്നിൻ്റെ കൂട്ടത്തിലും ഏകദേശം 1 ഗ്ലാസോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് ഇല്ല, അതിലല്പം കുറവാണ്. അതുകൊണ്ട് നല്ല കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ അടച്ചിട്ട് ഈ മാവൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം. കുറഞ്ഞതൊരു 8-9 മണിക്കൂറെങ്കിലും മാവൊന്ന് പുളിക്കാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ രാത്രി അരച്ചിട്ട് രാവിലെയാണ് ഈ മാവ് എടുക്കാൻ പോകുന്നത്. ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ സമയം എടുക്കും മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ. അന്നേരം നേരത്തെ തന്നെ നമ്മൾ മാവ് അരച്ച് വെക്കണം, നല്ല പൊങ്ങി കിട്ടാൻ വേണ്ടി. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, മാവ് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് മാവ് കാണുമ്പോൾ തന്നെ അറിയാം ഇഡ്ഡലി സോഫ്റ്റായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി തീർച്ചയായിട്ടും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇത് കണ്ടോ, ഈ തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതേ ബാറ്റർ കൊണ്ട് ദോശ ഉണ്ടാക്കണമെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നെയ് റോസ്റ്റൊക്കെ ആണെങ്കിൽ നല്ല നൈസായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇഡ്ഡലി തട്ടിൽ അല്പം എണ്ണമയം ഒന്ന് പുരട്ടി ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് ആവി വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താലും മതി. ഇഡ്ഡലി കുക്കറിലൊക്കെ പെട്ടെന്ന് തന്നെ ഇഡ്ഡലി റെഡിയായി കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇനി ഇത് വെളിയിലോട്ട് എടുക്കാം. അതിനുശേഷം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ഇഡ്ഡലി എടുക്കാവുള്ളൂ. ഓരോ തവണ ഇഡ്ഡലി എടുക്കുന്നതിന് മുമ്പ് ആ സ്പൂണൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് എടുക്കുവാണെങ്കിൽ ഇഡ്ഡലി ഒട്ടും തന്നെ പറ്റിപ്പിടിക്കത്തില്ല. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെറിയ 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. ഇത് കണ്ടോ, ഇഡ്ഡലി ഒന്ന് ഇങ്ങനെ രണ്ടായിട്ട് മുറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണിത്. ഇനി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതേ രീതിയിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹന്നാസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. വീണ്ടും അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.